Hi, hello. Welcome to a Sunday in my life. You all are welcome to my home. And today evening, ഞാൻ മോസ്റ്റ്ലി ഈവനിങ് ആണ് പുറത്തു പോകുന്നത്. ഈവനിങ് പുറത്തു പോകുന്നതിന്റെ കാര്യം നല്ല ഫിഷ് കിട്ടും. പിന്നെ ഒരാഴ്ചത്തേക്ക് നമുക്ക് വേറെ ഒന്നും അന്വേഷിക്കേണ്ട എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് ഇന്നർ വെയേഴ്സ് വാങ്ങണം. കുറേ നാളായി. സോ ഐ ഓൾവേസ് പ്രിഫർ ജോക്കി. അത് ബ്രാൻഡിന്റെ ഇത് കൊണ്ടൊന്നുമല്ല, എനിക്ക് കംഫർട്ട് അതാണ്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കംഫർട്ട് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം ഇതാണ്. ഞാൻ നോൺ പാഡഡ് ബ്രായാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അതാണ് കംഫർട്ട്. സോ അത് കഴിഞ്ഞ് ഡെക്കാത്തലോൺ പോയി. എന്റെ ഫ്രണ്ടിന് കുറെ ഡ്രസ്സ് വാങ്ങിക്കണം ജിമ്മിലേക്ക് എന്ന് പറഞ്ഞു. ഞാൻ ജിമ്മ് ഇപ്പൊ കുറച്ചായിട്ട് പോകുന്നില്ല. ഞാനും പോകണം എന്ന് വിചാരിക്കുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, ഓവർ ക്രൗഡഡ്. കുട്ടികളെ എല്ലാം കൊണ്ട് വന്നിട്ട് പർച്ചേസ് ഒന്നും ചെയ്യാതെ കളിക്കാൻ വേണ്ടി മാത്രം വിട്ടിരിക്കുകയാണ്. ബോൾ കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, സൈക്കിൾ ഓടിക്കുന്നു. ചില ബോളിലൊക്കെ തട്ടി നമ്മൾ താഴെ വീഴും. നോക്കി നടക്കണം, ഇല്ലെങ്കിൽ അത്ര തന്നെ. എനിക്ക് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള പ്ലേസസ് എനിക്ക് ഇഷ്ടമേ അല്ല. ഞാൻ ഡിസ്റ്റർബ് ആവും. ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്കത് ഒട്ടും ചേരുന്നില്ല. എനിക്ക് ചേരുന്ന ഒരു ഡ്രസ്സ് പോലും ഞാൻ അവിടെ കണ്ടില്ല. എനിക്ക് യൂഷ്വലി ഡെക്കാത്തലോൺ എനിക്ക് ഇഷ്ടമല്ല ഈ ഡ്രസ്സുകൾക്കൊന്നും. ബാക്കിയൊക്കെ സാധനങ്ങൾക്കൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ക്യാപ്പ് അല്ലെങ്കിൽ അതർ സ്പോർട്സ് ഐറ്റംസ്, ടെന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് ഡ്രസ്സുകൾക്ക് എന്തോ, എനിക്ക് ലേഡീസ് വെയേഴ്സിനെ ഇഷ്ടമല്ല. സ്കേറ്റിംഗ് ഷൂസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ഓർമ്മ വന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു, അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഒന്നും ഇല്ല ഇപ്പം. എന്റെ കാല് വേദന എടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് അവര് പോയി പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഡെക്കാത്തലോൺ ഒരു വലിയ ഏരിയയാണ്, അത് മൊത്തം നടക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു കോഫി കുടിക്കാൻ വന്നു. ഇവിടുത്തെ കോഫി നല്ലതാണ്. ആക്ച്വലി ടീ കുടിക്കാൻ വന്നു, ജിഞ്ചർ ടീ. എനിക്ക് തലവേദന ഒഴിഞ്ഞ നേരമില്ല. അതിന് ഹെയർ കുറേ കട്ട് ചെയ്യണം. കട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് തലവേദന പോകത്തുള്ളൂ. ഹെയർ വളരുമ്പോൾ എനിക്ക് തലവേദന ഭയങ്കരമായിട്ട് കൂടും. കാരണം എനിക്ക് തല വേർക്കും. വേർത്തിട്ട് ഭയങ്കര തലവേദന വരും. സോ മേളിൽ പോയിരുന്നു നല്ല സീൻ കാണാമെന്ന് വിചാരിച്ചിട്ട്. സോ ബിസ്ക്കറ്റ് വാങ്ങിച്ചു. പപ്സിനേക്കാളും തലതെറിച്ച ഒരു ബിസ്ക്കറ്റ്. ദേഹം മൊത്തം, തല മൊത്തം, എല്ലാം മൊത്തത്തിലായി. പക്ഷെ ബിസ്ക്കറ്റിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായ നല്ല അടിപൊളിയായിരുന്നു. കുടിച്ചിട്ട് പതുക്കെ ഇനി വീട്. അത്രേ ഉള്ളൂ. പോകുന്ന വഴിക്ക് മീൻ വാങ്ങിക്കണം, അത് വേറെ കാര്യം. കാരണം ലാസ്റ്റ് ആണ് ഫിഷ് വാങ്ങിക്കുക. ഫസ്റ്റ് ടൈം വാങ്ങിച്ചു കഴിഞ്ഞാൽ വണ്ടിക്കകത്തിരുന്ന് സ്മെല്ല് വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫിഷ് വാങ്ങൂല. ഇവിടുന്ന് പതുക്കെ നമ്മൾ തിരിച്ചു. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പലരും ലേഡീസ് ഡ്രൈവ് ചെയ്യുന്നവരായിരിക്കും. ഓഫ് കോഴ്സ് ലേഡീസ് ഡ്രൈവിംഗ് പഠിക്കണം. കാരണം എപ്പോഴും നമുക്ക് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യണം. ഇത് എന്റെ ഡാഷ് ക്യാം ആണ്, എന്റെ കാറിനകത്തുള്ള. ആമസോണിലൊക്കെ കിട്ടും. നിങ്ങൾ ഡാഷ് ക്യാം വെക്കുന്നത് നിങ്ങൾക്ക് തന്നെ സേഫ്റ്റിയും നിങ്ങളുടെ പ്രൂഫുമാണ്. നിങ്ങൾ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ആരാണ് വന്നിടിച്ച്, ഇതൊക്കെ ഒരു പ്രൂഫാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ലക്ക് തുണയ്ക്കണമെന്നില്ല. സോ ഞാൻ ഇത് വെച്ചിട്ട് ഒരുപാട് നാളായി. കാരണം ഞാൻ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ ചിലപ്പം ഒരു വീട്ടിലോട്ട് പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞ് തിരിച്ച് മീറ്റിങ്ങിന് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഡാഷ് ക്യാം വെച്ചതാണ്. ഈ ഞാൻ ഇപ്പൊ പറയുന്ന ഈബിൾ ജെറ്റിന് റീസെന്റ് ആയിട്ടൊരു ആക്സിഡന്റ് പറ്റിയത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ മിക്ക വണ്ടിയിലും ഉണ്ട് ഈ സാധനം, ഇതിലുണ്ടായിരുന്നില്ല. ബട്ട് എനിവേ ദേ ആർ സേഫ് ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ മീൻ വാങ്ങിക്കാൻ വന്നു. കുറച്ച് മീനുകളൊക്കെ വന്നു തുടങ്ങി. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഫിഷ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫിഷസ് ഉണ്ട്. ചൂസി ആയിട്ട് ആ ഫിഷൊക്കെ വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ന്യൂസ് കേട്ടത് കാരണം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് അവരുടെ ഫേസ് ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് അവരുടെ വ്ളോഗ് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയാൻ എനിക്ക് ഒരു നാണക്കേടുമില്ല. കാരണം എന്തുകൊണ്ട് നാണക്കേട്, എനിക്ക് അവരെ ഇഷ്ടമാണ്. എനിക്ക് അവരുടെ സംസാരം ഇഷ്ടമാണ്, അവരെ അച്ഛനെ അമ്മയും നോക്കുന്ന വിധം. അതുപോലെ എവിടെ കിട്ടുമല്ലേ മക്കളെ നമുക്ക്. ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ശരിക്കും കയറി പോവാണ് എൻ്റെ ഫ്ലോറിലോട്ട്. സോ വീട്ടിലെത്തി ഒരു കോഫിയും കൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ജസ്റ്റ് റിലാക്സ് ആയിട്ട്, മേക്കപ്പ് ഒന്നും കളഞ്ഞില്ല, ഡ്രസ് മാത്രം മാറ്റി. മേക്കപ്പ് റിമൂവിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം സത്യമായിട്ട് ഞാൻ എടുക്കൂല, എനിക്ക് ടയർഡാണ്. ഡെക്കാത്തലോൺ ഭയങ്കര ടയറിങ് ആയിരുന്നു. സോ സീ യു നെക്സ്റ്റ് വീഡിയോ.